യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. എക്സ്പോസ് ദം എന്ന് പറഞ്ഞാൽ ഈ അന്ധകാരത്തിന്റെ നിഷ്ഫല പ്രവൃത്തികൾ. ഞാൻ പറഞ്ഞില്ല, സഭകളിലും കൺവെൻഷനുകളിലും മീറ്റിംഗ്സിലും മിനിസ്ട്രി അല്ലെങ്കിൽ ശുശ്രൂഷയുടെ ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ചാരിറ്റിയിലേക്ക് മാറുന്നു, ഒത്തിരി മനുഷ്യൻ സ്വീകരിക്കുന്ന കാര്യത്തിലേക്ക് മാറുന്നു. ആൻഡ് ഫോക്കസ് എവിടെ? ഏതൊരു വ്യക്തിയെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്നില്ല, അതിൽ നിന്ന് മാറിപ്പോകല്ലേ. നമ്മൾ കർത്താവിനെ വേണ്ടി സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതരം എന്തിന് നാഥ എന്ന് അവർ പാടുന്നത് പോലെ, അവർ എഴുതിയിരിക്കുന്ന ഒരു പാട്ട് പോലെ അതിൽ നിന്നും ഒരു ചിന്തയുണ്ടല്ലേ. ഈ അതരം അതിനുള്ളതാ, ഈ ജീവിതം അതിനുള്ളതാ. നിങ്ങൾ മറന്നു പോകല്ലേ. എക്സ്പോസ് ഇറ്റ്, അതിനെ വെളിച്ചത്ത് കൊണ്ട്. അന്ധകാരത്തിന്റെ നിഷ്ഫല സഹോദര, ഇത് വചനപ്രകാരം ശരിയല്ല. പലർക്കും അത് ഇഷ്ടമാകത്തില്ല, അത് കുഴപ്പമില്ല. അവിടെ എവിടെയെങ്കിലും ഒരു മുറിവ് സംഭവിച്ചാൽ ആരത് ഹീൽ ചെയ്തോളും? അത് കർത്താവ് ഹീൽ. നമ്മുടെ ജോലി എന്തുവാ? സഹോദരി, ഇത് ശരിയല്ല, ഇതിനല്ല നിങ്ങളെ വിളിച്ചത്. പറയണം, അത് പറയണം എന്നല്ലേ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത്. ആ ശാസിക്കുക അത്രയും വേണ്ടത്. അതിനോട് കൂട്ടുകൂടാതിരുന്നാൽ മാത്രമേ നമുക്കത് ശാസിക്കുവാനുള്ള പ്രാഗൽഭ്യം കാണത്തുള്ളൂ. ഇതിന് ധൈര്യം എന്നല്ല പറയുന്നത്, ഒരു കോൺഫിഡൻസ്, പ്രാഗൽഭ്യം. അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ മനസാക്ഷി കുറ്റത്തില്ലേ? പലരും ഇന്നത്തെ കാലത്ത് പറയുന്നുണ്ട്, ഞാനൊക്കെ നന്നായിട്ട് ജീവിച്ചാൽ പോലെ, അവരെന്തെങ്കിലും കാണിക്കട്ടെ. നിങ്ങളുടെ ഉള്ളിൽ ആത്മാവില്ല. അത് ലോകമനുഷ്യർ ജാതികൾ ചിന്തിക്കുന്ന ഒരു ചിന്ത മാത്രമാണ്, ഒരു ഡിപ്ലോമാറ്റിക് ചിന്തയാണ്. ആർക്കും ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ, വെളിച്ചത്തിന്റെ ആത്മാവ് ഉണ്ടോ, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളെ. സഭയോടാ പറയുന്നത്, ജാതികളോടല്ല പറയുന്നത്. അപ്പൊ സഭയിൽ എന്തുണ്ട്? ദൈവമക്കളിൽ എന്തുണ്ട്? ഒത്തിരി നിഷ്ഫല പ്രവൃത്തികളുണ്ട്. അത് മാറ്റിയാലേ ഫലമുള്ളവരായി തീരുവാൻ കഴിയത്തുള്ളൂ. അടുത്ത വാക്യം 14. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളാണ് അനേക ദൈവമക്കളുടെ ജീവിതത്തിൽ അകത്ത് നടക്കുന്നത്. പരിശുദ്ധാത്മാവ് അത് വ്യക്തമാക്കുക. ഒരു കറക്ഷൻ നടക്കേണ്ടടുത്ത് കറക്ഷൻ നടക്കണം. അതല്ലേ മേലത്തെ വാക്യത്തിൽ കണ്ടത്. ഒരു ശുദ്ധീകരണം, അവരെ അത് കറക്റ്റ് ആക്കുക. പെർഫെക്ഷൻ എന്നൊക്കെയാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഒരാളെ തികവിലേക്ക് നടത്തുന്ന പ്രവൃത്തികൾ നടക്കണം, കറക്ഷൻ നടക്കണം. ശാസിച്ചു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച തൊട്ട് സഭയെ വരത്തില്ല, നമുക്കൊന്നും ചെയ്യുവാൻ പറ്റത്തില്ല. വന്നാലും വന്നില്ലേലും കർത്താവ് ഇവിടെ വന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ 300 പേര് വന്നിട്ട് വലിയ കാര്യമുണ്ടോ? ദൈവമക്കളെ, കർത്താവിന്റെ സാന്നിധ്യമല്ലേ ഇവിടെ വേണം. അതുകൊണ്ട് തെറ്റുകൾ എന്ത് ചെയ്യണം? കറക്ഷൻ നടക്കേണ്ടടുത്ത്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന എഴുതിയിരിക്കുന്നത്, പല പല രഹസ്യ ഭാവങ്ങൾ, പല തെറ്റായ അല്ലെങ്കിൽ ഉള്ളിൽ പല വിഷയങ്ങൾ, സ്തോത്രം, അതിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകും. അവസാനം പരിശുദ്ധാത്മാവിന് വ്യക്തിഗത ജീവിതത്തിലോ പരിശുദ്ധാത്മാവിന് കുടുംബങ്ങളിൽ വസിക്കുവാൻ കഴിയാതെ, പരിശുദ്ധാത്മാവിന് ഒരു സഭയിൽ വ്യാപരിക്കുവാൻ കഴിയാതെ ആക്കി തീർക്കും എന്നാണ് ഇവിടെ വ്യക്തമായി പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ജീവിതകാലം മുഴുവൻ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഗൂഢമായ പല പ്രവൃത്തികൾ സാത്താൻ, അത് പുറത്തു പറയുവാൻ എന്തുവാണ് എഴുതിയിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് വെറുതെ പറയുമോ? എഫെസോ സഭയോട് അങ്ങനെ പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം എന്തുവാ? ഇതാഗോള സഭകൾക്ക് എഴുതിയിരിക്കുമല്ലേ? അങ്ങനത്തെ ലേഖനങ്ങൾ മാത്രമേ തിരുവചനത്തോട് ചേർത്തിട്ടുണ്ടല്ലോ. സഭകളിൽ അല്ലെങ്കിൽ ഓരോരുത്തരുടെ പല ദൈവമക്കളുടെ ജീവിതത്തിൽ രഹസ്യമായി നടക്കുന്ന പല കാര്യങ്ങൾ പുറത്തു പറയുവാൻ ഇറ്റ് ഈസ് ഷെയിംഫുൾ, അത് ലജ്ജയാകുന്നു. 13-ാമത്തെ വാക്യം. ഒരു കാര്യം വെളിച്ചത്ത് കൊണ്ടുവരുമ്പോൾ പിന്നെ സാത്താൻ അവിടെ പാത്തിരിക്കുവാൻ കഴിയത്തില്ല എന്നാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു വിഷയം അതിനെ എവിടെ കൊണ്ടുവരുമ്പോൾ വെളിച്ചത്ത് കൊണ്ടു. ഇവിടെ എന്റെ അല്ലെങ്കിൽ ആരുടെങ്കിലും ഒരാളുടെ ജീവിതത്തിൽ കുറെ നാളായിട്ട് ആ വിഷയത്തിൽ കണ്ടിന്യൂ ചെയ്യുക, അങ്ങ് തുടരുക. അത് ഞാനങ്ങ് അല്ലെങ്കിൽ ദേവദാസൻ മിണ്ടാതിരിക്കുക, സഭയിലെ മൂപ്പന്മാരും മിണ്ടാതിരുന്നാൽ അത് അങ്ങ് തുടരും. പരിശുദ്ധാത്മാവ് ആ വിഷയത്തിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വസിക്കാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആര് വസിക്കും? ദുരാത്മാവ് എന്ത് ചെയ്യും? നമ്മുടെ ഹൃദയത്തിന്റെ ഒരു പ്രത്യേകത, കാലിയായിട്ടിരിക്കത്തില്ല. ഒന്നി പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വിട്ടുപോയാൽ ബൈബിളൊക്കെ എഴുതിയിട്ടില്ല, ഏതൊരു ശക്തിയോട് എന്ത് ചെയ്യും? അപ്പോഴും യേശുവിനെ പറ്റിയൊക്കെ പറയും, ബൈബിളൊക്കെ വായിക്കും, പ്രാർത്ഥിക്കും, കഴിവൊക്കെ ഉണ്ട്, പാടിയെന്നിരിക്കും, ഇൻസ്ട്രുമെന്റ്സ് കൊട്ടിയെന്നിരിക്കും, പ്രസംഗിച്ച വാക്ക് വർത്താനൊക്കെ പറയാൻ പറ്റിയെങ്കിൽ പ്രബോധനങ്ങളൊക്കെ പറഞ്ഞിരിക്കും. അതൊക്കെ നമ്മൾ ശീലിച്ച പല ശീലങ്ങളുകൊണ്ട് അതൊക്കെ അങ്ങ് നടക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിച്ചില്ലെങ്കിൽ ആത്മാവ് ആ വ്യക്തി പിന്നെ ഒരുവിനെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുകയല്ല,
ആ വ്യക്തി പിന്നെ സ്വർഗരാജ്യത്തിന് പ്രയോജനമുള്ള പ്രവൃത്തികൾ ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യുവാൻ എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. സ്തോത്രം. അങ്ങനെ ഒരു അവസ്ഥയിലാക്കി തീർക്കും എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ വെളിച്ചത്ത് കൊണ്ടുവരുമ്പോൾ സാത്താന്റെ പദ്ധതികൾ എന്ത് ചെയ്യും? ഒളിഞ്ഞുപോയി. അങ്ങനല്ലേ സാത്താൻ ഒരു കാര്യങ്ങൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് വരുമ്പോൾ സാത്താൻ പദ്ധതി ചെയ്തുകൊണ്ടിരുന്ന ആ വ്യക്തിയെ ക്ഷീണിപ്പിക്കുവാൻ, ആ കുടുംബത്തെ ക്ഷീണിപ്പിക്കാൻ, ആ കുടുംബം പോലും അറിയാതെ നമ്മൾ നോക്കുമ്പോൾ റിലേറ്റീവ്സിൽ കൂടെ, ഫ്രണ്ട്സിൽ, നമ്മൾ വളരെ ദേശത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ ജാതികമായിട്ട് വളരെ അന്യാരാധനയുള്ള ഒരു വ്യക്തി നമ്മളോട് പറഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, നമ്മൾ കേൾക്കത്തില്ല, സ്വീകരിക്കത്തില്ല. പക്ഷെ ഒരു ദൈവദാസൻ വന്ന് പറഞ്ഞാലോ, ഇനി ഒരു പ്രവാചകൻ അതൊരു ദൂതായിട്ടൊക്കെ പറഞ്ഞാൽ അപ്പടി വേണമെങ്കിൽ വിശ്വസിക്കുന്ന ആൾക്കാർ പലരും ഉണ്ട്. ഇത് ദൈവത്തിൽ നിന്നുള്ളതാണോ അല്ലയോ എന്നൊക്കെ എന്ത് ചെയ്യത്തില്ല, ശോധന ചെയ്യത്തില്ല. അപ്പം നമ്മൾ സ്നേഹിക്കുന്നവരിൽ കൂടെ ഇതുപോലെ ക്ഷീണത്തിലായിരിക്കുന്ന ദൈവദാസന്മാരിൽ കൂടെ അല്ലെങ്കിൽ നമ്മള് നല്ലവർ എന്ന് ചിന്തിക്കുന്ന പലരെയൊക്കെയാണ് പിന്നെ സാത്താൻ ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാനാ. അപ്പൊ ഇങ്ങനെ ഒരു പദ്ധതിയുമായിട്ട് വരുമ്പോൾ നമ്മൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലായ ആ കുടുംബത്തെ ക്ഷീണിപ്പിക്കാൻ ആ സാത്താൻ ഈ ദിവസങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ നമ്മളത് നന്മയാണെന്ന് വിചാരിക്കും. വഴി തുറന്നല്ലോ അവർക്ക് വേണ്ടി വിചാരിക്കും. നോ, അവരെ ആത്മീയമായിട്ട് ക്ഷീണിപ്പിക്കാനാ, അവരെ ദൈവസന്നിധിയിൽ നിന്ന് എന്നേക്കുമായിട്ട് അകറ്റാനാ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ കുടുംബത്തോട് എന്ത് ചെയ്യണം, നമ്മൾ പറയണം, സാത്താൻ ഇങ്ങനെ ഒരു പദ്ധതിയോ. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കത് വ്യക്തമാക്കി, പരിശുദ്ധാത്മാ മനസ്സിലാക്കി. ആ വിഷയം നിങ്ങളും എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. കർത്താവ് നിങ്ങളോടും സംസാരിക്കും. അവർ പ്രാർത്ഥിക്കും, അവരുള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ അവരോട് ദൈവം സംസാരിക്കും. ആ വിഷയത്തിന് അവർ തീരുമാനമെടുക്കും. സാത്താന്റെ പദ്ധതി എന്ത് ചെയ്തു, ഒളിഞ്ഞുപോയി. പിള്ളേരുടെ ഭാഷ പറഞ്ഞ സാത്താൻ ചമ്മിപ്പോയി, ലജ്ജിച്ചു പോയി. പിന്നെ അടുത്ത പദ്ധതിയുമായിട്ട് വരും. അവർക്ക് അപ്പോഴാണ് ശാസിക്കുമ്പോൾ, സഹോദരിയെ തെറ്റാന്ന് നിങ്ങൾ പറയണം. ചുമ്മാതെ ആൾക്കാരെ കയറി അങ്ങോട്ട് ഓരോരുത്തർ ചിലർക്കുണ്ട് വലിയ മറ്റുള്ളവരെ കൗൺസിൽ ചെയ്യാൻ, മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഭയങ്കര ഇഷ്ടം. അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കുറവുകൾ കണ്ണാടി എന്ന വചനത്തിൽ കൂടെ അവർ നോക്കാൻ സമയമെടുക്കാതെ മറ്റുള്ളവർ ഉപദേശിക്കാൻ നടക്കും. അതിന്റെ കാര്യമല്ല പറയാം. പരിശുദ്ധാത്മാവ് ആ ശുശ്രൂഷ ഏൽപ്പിച്ചവര് അത് വ്യക്തമായിട്ട് ദൈവം ആ സഹോദരനോട് ആ കുടുംബത്തോട് ചെന്ന് പറ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അയ്യോ അവരെന്ത് ചിന്തിക്കും എന്ന് വിചാരിക്കല്ല. സ്നേഹത്തോടെ മനസ്സിലാകുന്ന രീതിയിൽ അവരത് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുന്നതായിട്ട് തോന്നല്ല, പറഞ്ഞ് മനസ്സിലാക്കണം. അതിനാൽ അവർക്ക് കുറ്റബോധം വരും, അവർ ഉണരും. അപ്പൊ നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ ആരെങ്കിലും ഈ ഒഴുക്കിൽ ലോകത്തിന്റെ ഒഴുക്കനുസരിച്ച് ഇപ്പോഴത്തെ സഭകളുടെ ഒക്കെ രീതി അനുസരിച്ച് അങ്ങ് പോകുവാണെങ്കിൽ അവരതിൽ മയങ്ങി പോകുവാന്ന് അതിനർത്ഥം. സഹോദരി അതൊന്ന് ഉണർത്തുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും? അങ്ങനെയല്ല ബൈബിളിൽ പറഞ്ഞു, സുബോധം വരും. നിങ്ങൾ എന്ത് ചെയ്യണം, വെളിച്ചത്താൽ അവരെ ഉണർത്തുമ്പോൾ അല്ലെ ശാസിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, ബോധം വരും. അല്ലെ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ സുബോധം വരും. അപ്പോഴവർക്ക് മനസ്സിലാവുകയോ ഈ പോക്ക് പോയാൽ നിത്യത പ്രാപിക്കുവാൻ, ക്രിസ്തു ഇരിക്കുന്നിടത്ത് ചെന്നെത്തുവാൻ പറ്റത്തില്ല. എന്നിട്ട് അടുത്ത വാക്യത്തിൽ അത് വ്യക്തമാക്കുക. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ, അതുകൊണ്ട് ഉറങ്ങുന്നവരെ ഉണർന്ന് മരിച്ചവരുടെ എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലും. യെശയ്യാവ് 60-ാമത്തെ അധ്യായത്തിൽ 1-2 വാക്യത്തിലും ഇവിടുത്തെ ഇതുപോലെ തന്നെ ഇസ്രായേലിനോട് പ്രവാചകൻ കൂടെ പറയുക, ഉണരുക. സ്തോത്രം. മരിച്ചവരുടെ നിന്ന് എന്ത് ചെയ്യണം, ഉണർന്ന് എഴുന്നേൽക്കുക. ഉറങ്ങുന്നവരുടെ നിന്ന് സ്തോത്രം. ഇത് 2 വാക്കാണ്. ഉറങ്ങുന്നവരുടെ ഇടയിൽ നിന്ന് awake out of sleep, പിന്നെ arise from the dead, അല്ലെങ്കിൽ ഉണരുക, എഴുന്നേൽക്കുക. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്യുക. ഒത്തിരി ആഴങ്ങളുണ്ട് ദൈവമക്കളെ. ഞാൻ ആ സമയം എടുക്കുന്നില്ല, അതൊന്നും പറയുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഉറങ്ങുന്നവരുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്യണം, ഉണരുക. നമ്മൾ ഈ ഉപദേശിക്കുമ്പോൾ, മറ്റുള്ളവരെ ശാസിക്കാൻ പറയുമ്പോൾ, എക്സ്പോസ് ചെയ്യുമ്പോൾ, അവരുടെ ആ ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളെ ഒന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ 2 കാര്യം ഇവിടെ സംഭവിക്കുന്നത്. എന്തുവാ? ഉറങ്ങുന്നവരുടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഉണരണം. ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊക്കെ ആത്മീയ ബലമുള്ള സമയങ്ങളുണ്ട്, ആത്മീയ ക്ഷീണമുള്ള സമയങ്ങളുണ്ട്. ആത്മീയ ബലമുള്ള സമയത്ത് നമ്മൾ ലോകത്തിലേക്ക് നോക്കത്തില്ല, ലോകം സാധിപ്പിക്കാൻ നോക്കത്തില്ല, നമ്മൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കും. ആത്മീയ ക്ഷീണമുള്ള സമയത്ത് നമുക്ക് എന്തുവാണ്, മന്ദതയാണ്. ആത്മീയ കാര്യങ്ങളൊക്കെ ബോറിങ്. പ്രാർത്ഥിക്കാനും വ്യക്തിപരമായ പ്രാർത്ഥന. അപ്പൊ നമ്മളിങ്ങനെ പറയണം. അപ്പോഴാണ് ദൈവദാസന്മാരോട് ഒരു സ്തോത്രമൊക്കെ ഒന്ന് പറഞ്ഞേ എന്നൊക്കെ പറയേണ്ടത് വരുന്നത്. എപ്പോഴാണ് ദൈവസന്നിധിയിലൊക്കെ ഇരുന്ന് ഓട്ടുക വിടുന്ന കാണും. ഇതൊന്ന് എങ്ങനെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയൊക്കെ ആയിട്ട് ജഡത്തിന്, ശരീരത്തിന്, ആത്മാവിൽ ക്ഷീണമാണ്. അതിന്റെ അർത്ഥം എന്തുവാ? ആത്മാവിൽ യു സ്പിരിച്വലി സോ വീക്ക്. ആത്മാവിൽ ക്ഷീണം. അങ്ങനെയുള്ളവരോടാണ്
സഭയോടാണ് പറയുന്നത്. ഇത് പണ്ട് ഇസ്രായേലിനോട് പറഞ്ഞതാ. അവരുണർന്നോ? യെശയ്യാവിൽ കൂടി പറഞ്ഞു, യെരമ്യാവിൽ കൂടി പറഞ്ഞു. അവരവസാനം മുഴുവൻ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോയി. എവിടാ? നെബൂഖദ്നേസർ അല്ലെങ്കിൽ പിടിച്ചോണ്ട് പോയി. അവരെല്ലാം അടിമകളാക്കി. 430 വർഷമാണ് അടിമകളായി. അപ്പോഴും എഹെസ്കേൽ കൂടി പറഞ്ഞു. പിന്നെയും ചെറിയ പ്രവാചകന്മാരെ നമുക്ക് കാണാം. 7 വലിയ പ്രവാചകന്മാർ ഇല്ലേ, 14 ചെറിയ പ്രവാചകന്മാരുടെ ഒക്കെ പുസ്തകങ്ങളാണ്. ഈ പ്രവാചകന്മാർ കൂടെ എല്ലാം ഇസ്രായേലിനോട് സംസാരിച്ചു. എന്നിട്ട് അവർ ഉണർന്നോ? ഒന്നും ഉണർന്നില്ല. കർത്താവ് വന്ന സമയത്ത് എന്തൊരു അനുഭവമായിരുന്നു. കച്ചവടമാ ദേവാലയത്തിനകത്ത്. മഹാപുരോഹിതന്മാർ ഒന്നല്ല, യേശുവിന്റെ സമയത്ത് 2 മഹാപുരോഹിതന്മാരാ. 2 കൂട്ടരിൽ നിന്ന്, സദൂക്യരിൽ നിന്നും അല്ലാത്ത പക്ഷത്തിൽ നിന്നും ഒക്കെ 2 ഈക്വലി റെപ്രസെന്റേറ്റീവ്സ് ആയി ഇലക്ഷൻ ആയിരുന്നല്ലോ. അങ്ങനെ ഒന്നിച്ച് ജയിച്ചു വന്ന ഒരേ സമയത്ത് 2 മഹാപുരോഹിതന്മാരുടെ കാലത്തായി. ഇന്ന് 2 മഹാപുരോഹിതന്മാരുണ്ടായിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ ഉണർന്നോ? ദൈവമക്കളില്ല. ഒത്തിരി കർത്താവ് അവരോട് പറഞ്ഞു ഉണരാൻ. പല പ്രവാചകന്മാരോട് പറഞ്ഞു. ഒരു ഉപവരെ പറഞ്ഞിട്ടില്ല, ഞാൻ ഇനി എന്നെ എന്ത് ചെയ്യും? പലരെ അയച്ചു, അവരെയൊക്കെ കൊന്നു. ഇനി ഞാൻ എന്റെ മകനെ അയച്ചു. ആ മുന്തിരിത്തോട്ടത്തിനെ കാവൽ ചെയ്യുവാൻ ഞാൻ എന്ത് ചെയ്യും? എന്റെ മകനെ അയക്കും എന്ന് പറഞ്ഞ പോലെ ഒത്തിരി ഈ കാലഘട്ടത്തിലൊക്കെ ദൈവദാസന്മാർ, ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ സഭയോട് ഉണരാൻ പറയുന്നുണ്ട്. സ്തോത്രം. പക്ഷെ എല്ലാവരും ആ പണത്തിന്റെ ഉണരാൻ പറയുമ്പോൾ തന്നെ ഇതിന്റെ പാരലായിട്ട് മറ്റൊരു സുവിശേഷം, മറ്റൊരു ഉപദേശമാണ് വളരെ ഹിറ്റായിട്ട് നിൽക്കുന്നത്. ഈ വർഷം അനുഗ്രഹത്തിന്റെ വർഷമാ, ഈ വർഷം കൊയ്ത്തിന്റെ വർഷമാ. ഈ കൊയ്ത്ത് എന്ന് പറയുന്നത് കൊയ്ത്ത് വിശ്വാസികൾ ദൈവസഭയിലേക്ക് കൊണ്ടുവരുന്ന കൊയ്ത്തല്ല അവർ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെക്കാൾ എന്റെ വരുമാനം 4 ഇരട്ടി, 6 ഇരട്ടി, 10 ഇരട്ടി ആയിത്തീരും. ഇതിലൊക്കെയാണ് ജനത്തിന് ജാതികളെ പോലും സന്തോഷം, ജാതികളെ പോലും സന്തോഷം. ദൈവങ്ങളെ കാര്യം സാധിക്കുന്ന ഈ കല്ലൂർ പള്ളിയുടെ ഒക്കെ ഫ്രണ്ടിൽ ചെന്നാൽ മതി. ഹിന്ദുക്കളൊക്കെ തൊഴുന്നത് കാണും. എവിടെ ചെന്നാൽ, എടപ്പള്ളി പള്ളി ചെന്നാൽ, തമിഴ്നാട്ടിൽ നിന്നൊക്കെ ബസ് പിടിച്ചാണ്. കാത്തലിക്സ് ഒന്നും അല്ല വരുന്നത്, ഹിന്ദുക്കളും വരുന്നുണ്ട്. കോഴി വെട്ടി എന്തെങ്കിലും നേർച്ച കാഴ്ചകൾ ചെയ്താൽ അവിടെ കാര്യങ്ങൾ സാധിക്കുന്നുണ്ടെന്നേ. ദൈവമക്കളും ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവസന്നിധിയിൽ വരുന്നതും കാര്യം സാധിക്കാനാണെങ്കിൽ അവരുടെ ഉള്ളിൽ വസിക്കുന്ന അതേ ആത്മാവല്ലേ ഈ പറഞ്ഞ കൂട്ടത്തിലേക്ക് വസിക്കാൻ. നമ്മൾ അങ്ങനെ ആയിത്തീരല്ലേ. അത് ഇപ്പോഴത്തെ ട്രെൻഡ് ഉണ്ടല്ലോ, ആൾക്കാരിങ്ങനെ ഇളക്കാൻ മാത്രമുള്ള. ദൈവങ്ങളെ എങ്ങനെ ഇളക്കാൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇളകിയിട്ട് പിന്നെ എന്ത് ചെയ്യും? മട്ടക്കി ഒന്ന് ഇളകിയിട്ട് അവിടെ ശാന്തമാണ്. പക്ഷെ ശുദ്ധീകരണത്തിന്റെ വചനം പറഞ്ഞാൽ ജീവിതത്തിൽ എവിടെയൊക്കെ ഇരുട്ടുണ്ട്, ഹൃദയത്തിന്റെ ഏതെങ്കിലുമൊക്കെ മൂലയ്ക്ക് എന്റെ ചില പാരമ്പര്യ സ്വഭാവങ്ങൾ, എന്റെ ചില കർത്താവിന് എന്നിൽ കൂടി പ്രവർത്തിക്കുവാൻ തടസ്സമായി, കർത്താവിനെ എന്നെ ഉപയോഗിക്കുവാൻ, കർത്താവിന് കോംപ്രമൈസ് ഇല്ലാത്ത കർത്താവ്, ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത കർത്താവ്, എന്നെ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ നിറയ്ക്കുവാൻ തടസ്സമായി, എന്റെ അഭിഷേകത്താൽ നിറയ്ക്കുവാൻ തടസ്സമായി, എനിക്ക് കൃപാവരങ്ങൾ തരുവാൻ തടസ്സമായി, എന്റെ ദൈവം ഏൽപ്പിച്ച ആത്മീയ ശുശ്രൂഷകളിൽ വളരുവാൻ തടസ്സമായി നിൽക്കുന്ന ഇരുട്ടിന്റെ അവസ്ഥകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടൊക്കെ വെളിച്ചം പകരണമേ കർത്താവിന്. എത്ര പേര് ദിവസങ്ങൾ ഉപവാസത്തോടുകൂടി കണ്ണുനീരോട് പ്രാർത്ഥിക്കും. ഉപവസിക്കുമ്പോൾ ആരും ഭൗമിക ലിസ്റ്റ് വെച്ച് ഉപവസിക്കല്ലേ. നിങ്ങളുടെ ഫോക്കസ് മാറും. നിങ്ങളുടെ ആത്മീയ വിഷയങ്ങൾ ശരിയാകുമ്പോൾ നിങ്ങളുടെ ഭൗമിക വിഷയങ്ങൾ അത് ദൈവം ദൂതന്മാരെ അയച്ച് ആ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊള്ളും. എത്ര പ്രാവശ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ടിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവമാ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാകണം, നമ്മുടെ ശരിയാകേണ്ട ഏരിയകൾ ഏതാ? ആത്മീയ ഏരിയകളാ. നമ്മുടെ ആത്മീയ മനുഷ്യന്റെ വളർച്ച വരണം. കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ച പോലെ അതിപരിശുദ്ധ സ്ഥലമാ ദൈവമക്കളെ. പഴയ നിയമത്തിൽ ടാബർനാക്കിൾ അല്ലെങ്കിൽ സ്തോത്രം സമാപന കൂടാരത്തിൽ ഉണ്ടായിരുന്ന യഹോവ വസിച്ചുകൊണ്ടിരുന്ന അതിപരിശുദ്ധ സ്ഥലമാണ് ഇന്ന് എന്റെ ഹൃദയം. എന്റെയും നിങ്ങളുടെ ഹൃദയം യഹോവയായ ദൈവം, ദൈവത്തിന്റെ ശകീന പൂർണ്ണ തേജസ്സോടുകൂടി ഇറങ്ങി വരേണ്ട അതിപരിശുദ്ധ സ്ഥലമാണ്. കഴിഞ്ഞ നാളുകൾ അവിടെ ഒരു ചെറിയ പാപത്തോടുകൂടി കുറവോടുകൂടി ഒരു മഹാപുരോഹിതൻ ആ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചാൽ താൻ മരിച്ചു. അപ്പൊ എത്രത്തോളം പവിത്രമായിട്ടാണ് എന്റെ ഹൃദയം ഞാൻ സൂക്ഷിക്കുന്നത്. ഒരൽപ്പം പോലും ഇന്നൊക്കെ വിളച്ചിലും പലവിധ വിഷയങ്ങളാണ് ദൈവമക്കളെ എന്ന് പറയുന്നതുകൊണ്ടൊക്കെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്നത്. അതൊന്നും എന്നിൽ വരാതിരിക്കാൻ നമ്മളെ തന്നെ വളരെ കൃപയോടുകൂടി. അതുകൊണ്ട് വീണ്ടും 14-ാമത്തെ വാക്യം കർത്താവ് പറയുക, എന്നാൽ മാത്രമേ സ്നാനപ്പെട്ടോണ്ടൊന്നും പണ്ട് അഭിഷേകം പ്രാപിച്ചോണ്ടൊന്നും നിന്റെ മേൽ പ്രകാശിക്കത്തില്ല. നീ എന്ത് ചെയ്യണം? ക്ഷീണങ്ങളൊക്കെ മാറ്റി ഉണർന്ന് മരിച്ചവരുടെ നിന്ന് എന്ത് ചെയ്യണം?
അതുകൊണ്ട് ഞാൻ ആദ്യമേ ഓർപ്പിച്ച പോലെ എല്ലാവരുമായിട്ടൊന്നും കൂട്ടുകൂടാൻ പറ്റത്തില്ല. ദൈവം മരിച്ചവരുടെ കൂടെ, മരിച്ചവരെന്ന് പറഞ്ഞാൽ ആത്മാവിൽ ക്ഷീണിത, പരിശുദ്ധാത്മാവ് ഇപ്പോൾ ആത്മാവിൽ പുതുക്കം പ്രാപിക്കുവാൻ കഴിയാത്തവർ, അവർക്ക് ക്ഷീണം തന്നെയാണ്. ആ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യു കം ഔട്ട് ആൻഡ് ബി സെപ്പറേറ്റ് എന്നാണ് ഈ യെശയ്യാ പ്രവചന ഹാലത്തിൽ വളരെ ശക്തമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇവിടും എഴുതിയിരിക്കുന്നു, എന്നാൽ മാത്രമേ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കത്തുള്ളൂ. അല്ലാത്തവരെല്ലാം ഇരുട്ടിലാണ് വസിക്കുന്നത്. അടുത്ത വാക്യത്തിൽ പറയുന്നു, അവർ മൂഢര, ഇല്ലേ, ഫൂൾസ്. വായിച്ച 15ാമത്തെ വാക്യം, വളരെ സൂക്ഷ്മത്തോടുകൂടി. സ്തോത്രം. യേശുവിന്റെ കൂടെ നമ്മൾ നടക്കുന്നത്. വലിയ ദൗത്യമാണ് ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നത്. വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, അവിടെ ആരാധന എങ്ങനെ, എന്തുവാ അവിടെ സ്വർഗത്തിലുള്ള ആക്ടിവിറ്റി എന്തുവാന്നൊക്കെ നമ്മൾ പഠിച്ചു. നമുക്ക് അവിടുത്തെ റോൾ എന്തുവാന്ന് നമ്മൾ പഠിച്ചു. കർത്താവിനോടുകൂടി കർത്താവിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് കർത്താവിന്റെ എല്ലാ സ്വർഗീയ കാര്യത്തിനും കൂട്ടവകാശി, സ്വത്തിന് മാത്രമല്ല, സ്വത്തിന്റെ കൂട്ടവകാശി എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. ആ വലിയ അനുഭവത്തിന്റെ കൂട്ടവകാശി, സ്വത്തിന് മാത്രമല്ല എല്ലാ അധികാരത്തിലും കർത്താവിന്റെ മണവാട്ടിയായിട്ട് നമ്മളെ തീർത്തുകൊണ്ടിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മളെ പഠിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എത്തിക്കണം, വാക്ക് കെയർഫുള്ളി. വളരെ സൂക്ഷ്മതയോടുകൂടി എന്ത് ചെയ്യണം? സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ നടക്കുകയും ജ്ഞാനികളായിട്ട് നടക്കുവാൻ എന്ത് ചെയ്യണം? നോക്കിക്കൊള്ളി. ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ നന്നാകില്ല. ഞാൻ എന്ത് ചെയ്യണം? എന്നെ തന്നെ അതിനു വേണ്ടി നിർബന്ധിക്കണം. അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണം? സൂക്ഷിച്ച് നടക്കണം. ചിലർ പറയും അതൊക്കെ അങ്ങ് ശരിയായിക്കോളും. കർത്താവിന്റെ ചിലർ കുഞ്ഞുങ്ങളെ പറ്റി പറയും, ചിലർ അവരവർക്കറിയാം കർത്താവിന്റെ വേലയ്ക്കൊക്കെ എന്നെ വിളിച്ചിരിക്കും, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ശുശ്രൂഷകൾ ദൈവത്തിന് വേണ്ടി ചിലപ്പോൾ ജോലിയോട് കൂടിയായിരിക്കും, ജോലി വിട്ടിട്ടായിരിക്കും, അതൊക്കെ ആ വിളി അനുസരിച്ചും സമയം അനുസരിച്ച് എനിക്ക് ചെയ്യാനുണ്ട്, അതിനാണ് ദൈവം വിളിച്ചിരിക്കുന്നതെന്നൊക്കെ അറിയാം. പക്ഷെ അതിനെ പൊതുവെ ആൾക്കാരങ്ങ് വ്യാഖ്യാനിക്കാൻ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെ? കർത്താവിന്റെ സമയമാകുമ്പോൾ ഒരു പൊടി തട്ടുന്ന ബ്രഷൊക്കെ ഇവിടെ കൊണ്ടുണ്ടോ, ഒരു ചൈനീസ് ബ്രഷ്, അദ്ദേഹം മിക്സറിന്റെ പൊടി, കീബോർഡിന്റെ പൊടിയൊക്കെ തട്ടാൻ എനിക്കറിയാം, അല്ലെങ്കിൽ ഒരു പൊടി തട്ടുന്ന ബ്രഷ്. അപ്പം ആ സമയമൊക്കെ ആകുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? എന്റെ ക്ഷീണങ്ങളൊക്കെ മാറ്റി, എന്റെ കുറവുകളും പാരമ്പര്യവും ഒക്കെ പൊടി തട്ടി എന്നെ അങ്ങ് എടുത്തോ ഉപയോഗിക്കുന്നു. അങ്ങനെയൊന്നും ആരെയും ഉപയോഗിക്കത്തില്ല. വിളി നമ്മുടെ മേലുണ്ട്. വിശ്വസ്തരായി തീരേണ്ടത് ആരുടെ കടമയാണ്. എന്നോട് ഓരോ ദിവസവും പറയുന്നതും ആ ദൈവാലോചന അനുസരിച്ച് കർത്താവിൽ വളരേണ്ടത് ആരുടെ കടമയാണ്. എന്നെ ദൈവം ഏൽപ്പിച്ച താലന്തുകളിൽ ഞാൻ വളരണം. ഐ ഹാവ് ടു ഫോഴ്സ് മൈസെൽഫ്. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്റെ ശരീരത്തിനും മനസ്സിനും ഇഷ്ടമുള്ളത് ഏതാണെന്നറിയാം. ഞാൻ അങ്ങോട്ട് വലിയൊരു, അല്ലെങ്കിൽ ലോകത്തിന്റെ ലക്ഷറീസ്, ലോകത്തിന്റെ ആഡംബര ആൾക്കാർ എന്നെ കാണുമ്പോൾ എന്ത് ചെയ്യണം? സലാം പറയണം. എന്നെ സല്യൂട്ട് ചെയ്യണം. ദേശത്ത് മാനിക്കപ്പെടണം. അസോസിയേഷനിൽ, ഇവിടെ എറണാകുളത്തൊക്കെ അസോസിയേഷൻ ആണല്ലോ, ഞാൻ യോബിനെ പോലെ പട്ടണവാദിക്കലിലെ പ്രധാനിയായി തീരണം. ഇതൊക്കെ എന്റെയും നിങ്ങളുടെയും, എന്റെ ശരീരം ഒട്ടും മോശമല്ല കേട്ടോ. നമ്മളെല്ലാം മനുഷ്യരല്ലേ, ഈ മണ്ണിന് വന്ന നമുക്കെല്ലാം ഈ മണ്ണിന് നമ്മുടെ എല്ലാ ശരീരത്തിനും ഒരു സ്വഭാവമേ ഉള്ളൂ. എല്ലാവരും എന്നെ എന്ത് ചെയ്യണം? മാനിക്കണം, ബഹുമാനിക്കണം. ഞാനങ്ങ് ഭൗമിക വിഷയത്തിലെല്ലാം വർദ്ധിച്ചു വരണം. എന്റെ ജഡത്തിന്, എന്റെ ഉൾപ്പെടെ ജഡത്തിന് സ്വഭാവം അതാ. ഡു നോട്ട് ബി ഫൂൾസ്, ബി വൈസ് എന്ന് എഴുതിയിരിക്കും. അതിൽ അനേകര് മാറി, കാഴ്ചപ്പാട് മാറി, മയങ്ങി. ഇപ്പോഴത്തെ ഈ ഉപദേശത്തിന്റെ കാറ്റിനാലൊക്കെ കിട്ടും, പ്രാപിച്ചോ ഉയർച്ച, മാനം. ലോകത്തിൽ യേശുവിന് ഇതുവല്ലതും കിട്ടിയോ? പൗലോസിനോ പത്രോസിനോ ഒക്കെ ഇതുവല്ലതും കിട്ടിയോ? അവർക്കൊക്കെ ഉള്ളതോട് പൗലോസ് വ്യക്തമായിട്ട് അത് പറഞ്ഞു. എനിക്ക് ലാഭമായതുള്ളതൊക്കെ കളഞ്ഞാൽ മാത്രമേ ഓരോന്നും ആ സമർപ്പണത്തിലേക്ക്, അതാ ഡെഡിക്കേഷൻ കേട്ടോ, വേറെ ഒന്നും അല്ല. ആ സമർപ്പണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവിനെയും ശരിക്കും അറിയുവാൻ, ടു നോ ജീസസ്, അല്ലെങ്കിൽ ടു നോ ദ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ, ആ പുനരുദ്ധാന ശക്തി ഒന്ന് പ്രാപിക്കുവാൻ, അവനെ ഒന്ന് അടുത്തറിയുവാൻ. പലരും പറഞ്ഞു വില്യം ഗ്യാരിയും ഡി എൽ മൂഡിയുടെ ഒക്കെ അനുഭവങ്ങൾ കേട്ട്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ പഴയ മിഷണറിമാരുടെ ഒക്കെ അനുഭവങ്ങൾ കേട്ട് നമ്മൾ പലപ്പോഴും ആ കുറച്ചു നേരത്തേക്കൊന്ന് കോരിത്തരിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ? അയ്യോ, ഒന്ന് വായിച്ചു കഴിയുമ്പോൾ അവരൊക്കെ എത്ര കഷ്ടം സഹിച്ചും എനിക്ക് അങ്ങനെയൊക്കെ നിന്നായിരുന്നേ കൊള്ളായിരുന്നു എന്നൊക്കെ ആഗ്രഹിക്കും. സ്തോത്രം. ഞാൻ എന്നെ എന്ത് ചെയ്യണം? എന്നെ തന്നെ സൂക്ഷ്മതയോടുകൂടി ജ്ഞാനികളായിട്ട്, അജ്ഞാനികളല്ല, ഡു നോട്ട് ബി ഫൂൾസ് എന്നാണ് ഇംഗ്ലീഷിൽ. അജ്ഞാനികൾ എന്നൊക്കെ പറഞ്ഞ അതിനെ അങ്ങ് ഹല്ലേലൂയ മനോഹര വാക്കുകളാക്കാതെ പരിശുദ്ധാത്മാ പറഞ്ഞ് ഡു നോട്ട് ബി ഫൂൾസ്, മൂഢരായി തീരരുത്, പൊട്ടരായി തീരരുത്. സ്തോത്രം. ജ്ഞാനികളോട് ജ്ഞാനികളായിട്ട് സൂക്ഷ്മതയോടുകൂടി വാക്ക് കെയർഫുൾ. മടുത്തു പോകുന്ന ഒരു പരിപാടി നമ്മുടെ ജീവിതത്തിൽ വേണ്ട. കാഴ്ചപ്പാട് മാറിപ്പോകുന്ന ഒരു കാര്യം, അതൊന്നും ദൈവം ഒരുക്കുന്ന വഴികളല്ല. സാത്താനും ഒത്തിരി വഴികൾ നമ്മുടെ മുമ്പിൽ ഒരുക്കും. എല്ലാ തുറന്നു വരുന്ന വഴികളും ദൈവത്തിൻ്റെതല്ല എന്ന് മനസ്സിലായിക്കൊണ്ട് ആത്മാവിനാൽ നടത്തപ്പെടാൻ ദൈവത്തെ സഹായിക്കും.